ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഡ്രാഫ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഒരു മോഡിഫൈങ് ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമുക്കൊരു 3D മോഡൽ വേണം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രാഫ്റ്റ് ടൂൾ ഇപ്പോൾ ഇനാക്റ്റീവ് ആണ്, കാരണം ഒരു 3D സ്ട്രക്ചർ നമുക്കില്ല. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ സ്കെച്ച് വരച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രൂഡ് ചെയ്ത് നമുക്കൊരു 3D ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 45 ഡിഗ്രി വാല്യൂവിൽ ഞാനൊരു എക്സ്ട്രൂഡ് ക്രിയേറ്റ്. ഇതാണ് ഒരു 3D ഷേപ്പ്. അപ്പം തന്നെ നമ്മുടെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ടൂൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഡ്രാഫ്റ്റ് ടൂൾ എടുക്കുമ്പോൾ ബേസിക്കലി രണ്ട് സെലക്ഷൻസ് ആണ്. അതായത് ന്യൂട്രൽ പ്ലെയിനും ഏത് പ്ലെയിനെയാണോ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഐക്കണിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ഒരു പ്ലെയിനിന് പാരലാക്കി വെച്ചുകൊണ്ട് മറ്റേ ബാക്കി പ്ലെയിൻസിന് സ്ലാൻഡ് അല്ലെങ്കിൽ ഒരു ആംഗിളിൽ ഒരു പ്രൊട്രൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആംഗിളിൽ ചരിച്ച് മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ബേസിക്കലി രണ്ട് സെലക്ഷൻസ് ആണ് ഡ്രാഫ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ന്യൂട്രൽ പ്ലെയിനും അതേപോലെ തന്നെ ഫേസസ് ടു ഡ്രാഫ്റ്റ്, ഇതാണ് നമ്മുടെ സെലക്ഷൻസ് ഉള്ളത്. പിന്നെ പിന്നീട് നമുക്ക് വാല്യൂസും അല്ലെങ്കിൽ ഡ്രാഫ്റ്റിന്റെ അതായിട്ടുള്ള വേറെ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് സെറ്റ് ചെയ്യാറുള്ളത്. സെലക്ഷന്റെ കേസിൽ രണ്ട് സെലക്ഷൻ മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ന്യൂട്രൽ പ്ലെയിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂട്രൽ പ്ലെയിൻ സെലക്ട് ചെയ്യുക. ന്യൂട്രൽ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിന് ചേഞ്ചസ് ഉണ്ടാവില്ല. അതായത് ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ ഡെബൂട്ട് ആയിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ പ്ലെയിന് ചേഞ്ചസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഡ്രാഫ്റ്റിങ്ങിന്റെ ന്യൂട്രൽ പ്ലെയിൻ്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ എനിക്ക് ഈ ടോപ്പ് പ്ലെയിൻ ആണ് ന്യൂട്രൽ പ്ലെയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഫേസസ് ടു ഡ്രാഫ്റ്റിൽ ഞാൻ ഈ സൈഡ് പ്ലെയിൻസ് രണ്ടും ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ ഒരു പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഷോ പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിവ്യൂ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വാല്യൂസിന്റെ കേസിൽ നമുക്ക് 0. സോൾഡോക്സിന് ലിമിറ്റേഷൻ ഉണ്ട്, 0.018 എന്ന് പറയും. ജനറലി നമുക്കൊരു 0 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ ക്രിയേറ്റ് 89 വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ 89 ഡിഗ്രി ട്രൈ ചെയ്ത് നോക്കി, നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് ഇപ്പോൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് ആ വാല്യൂസ് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി 0 ഡിഗ്രി ആണെങ്കിൽ, അല്ലെങ്കിൽ 1 ഡിഗ്രി എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡ്രാഫ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു 25 അല്ലെങ്കിൽ 45 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ 45 ഡിഗ്രിയിൽ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത് മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഈ ന്യൂട്രൽ പ്ലെയിൻ്റെ ഡയറക്ഷൻ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുകയാണ്. അതായത് ഇതുവരെ ഇപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ഡ്രാഫ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്, പുറത്തേക്ക് ഒരു ആംഗിളിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ഡയറക്ഷൻ ഓപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ആവുന്നത് ഉള്ളിലേക്കായിരിക്കും. 45 ഡിഗ്രി ആ പറയുന്ന പ്ലെയിനിൽ നിന്ന് ഉള്ളിലേക്ക് ക്രിയേറ്റ് ആവുന്ന രീതിയിലാണ് ഡ്രാഫ്റ്റ് ടൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള ടൂൾസ് എല്ലാം നോർമൽ തന്നെയാണ്, പ്രൊപ്പഗേഷൻ ആണ്. ഓൾ പ്ലേസസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്ലേസസിലും ന്യൂട്രൽ പ്ലെയിൻ ആണ് പ്രൊപ്പഗേറ്റ് ആയത്. ഞാൻ നമുക്ക് വേണമെങ്കിൽ സെലക്ഷൻ അതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേസസിലേക്ക് ഡ്രാഫ്റ്റിന്റെ പ്രൊപ്പഗേഷൻ കൊണ്ടുവരാനായിട്ട് കഴിയും. ബാക്കി എല്ലാ ഫേസസും ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, രണ്ട് ന്യൂട്രൽ പ്ലെയിൻസും 3 ഡ്രാഫ്റ്റഡ് പ്ലെയിൻസും എന്നുള്ള രീതിയിലാണ് നമുക്ക് ക്രിയേറ്റ് ആകുന്നത്. ഈ ഒരു ഷേപ്പിൽ ആണ് നമ്മുടെ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത്.